അവർ അഴിഞ്ഞാടുകയാണ്. ശരിക്കും വെർബൽ റേപ്പ് എന്ന് പറഞ്ഞാൽ ഇതാണ്. യൂത്ത് കോൺഗ്രസ് അല്ലേ, അവർ ഇതല്ല ഇതിനപ്പുറവും ചെയ്യും. ഒന്നുമില്ലെങ്കിലും സ്വന്തം നേതാവിന്റെ ഭാര്യയാണെന്നെങ്കിലും ഓർക്കേണ്ടടാവേ. നിങ്ങൾക്ക് സംഗതി വല്ലതും തിരിഞ്ഞോ? ഇല്ല അല്ലേ? എന്നാ പറഞ്ഞുതരാം. അന്തരിച്ച കോൺഗ്രസ് നേതാവ് ജി കാർത്തികേയന്റെ മരുമകളും മുൻ കോൺഗ്രസ് MLA ശബരിനാഥിന്റെ ഭാര്യയുമായ ദിവ്യ എസ് അയ്യരെ സോഷ്യൽ മീഡിയയിൽ കണ്ണുപൊട്ടുന്ന തെറി വിളിക്കുകയാണ് യൂത്ത് കോൺഗ്രസ്. അവർക്ക് ഉളുപ്പുണ്ടോ എന്ന് ചോദിക്കുന്നില്ല. കാരണം അത് എന്താണെന്ന് പോലും അറിയാത്ത പ്രത്യേകതരം ആളുകളാണല്ലോ യൂത്ത് കോൺഗ്രസ്. നിരന്തരം അവരത് തെളിയിക്കുന്നുമുണ്ട്. ഇപ്പോഴെന്താ സംഭവം? ദിവ്യ എസ് അയ്യർ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന KK രാഗേഷ് CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ടതോടെ ഇൻസ്റ്റഗ്രാമിൽ അഭിനന്ദനം അറിയിച്ച് ഒരു പോസ്റ്റ് ഇട്ടു. തീർന്നു കഥ. നാട്ടിലെ യൂത്ത് കോൺഗ്രസുകാരെല്ലാം ഉടനെ തന്നെ ഫോൺ എടുത്ത് ഇൻസ്റ്റഗ്രാമിൽ ദിവ്യക്കെതിരെ ഭരണിപ്പാട്ട് തുടങ്ങി. ദിവ്യ എസ് അയ്യർ ചെയ്തത് അത്ര വലിയ പാതകമാണോ? കോൺഗ്രസിനെ അവർ കുറ്റമൊന്നും പറഞ്ഞില്ലല്ലോ. യൂത്ത് കോൺഗ്രസുകാരെ അവർ എന്താണ് ചെയ്തത്? പലപ്പോഴായി മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു വരുന്ന ഒരു IAS ഉദ്യോഗസ്ഥയാണ് ദിവ്യ എസ് അയ്യർ. കോൺഗ്രസ് നേതാവിന്റെ ഭാര്യ ആയിരുന്നിട്ടും മുഖ്യമന്ത്രിയുടെ കാര്യശേഷിയെക്കുറിച്ചും സത്യസന്ധത, നേതൃത്വ ഗുണം എന്നിവയെക്കുറിച്ചുമൊക്കെ മുൻപും പലതവണ ദിവ്യ പൊതുസദസ്സുകളിൽ വാചാലയായിട്ടുണ്ട്. അന്നൊക്കെ തെറിപ്പൂരവുമായി യൂത്ത് കോൺഗ്രസ് വെട്ടുക്കിളിക്കൂട്ടം അഴിഞ്ഞാടിയിട്ടുമുണ്ട്. ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയെ കുറിച്ച് നല്ല 4 വാക്ക് പറഞ്ഞതോടെ കൺട്രോൾ പോയ അവസ്ഥയിലാണ് ഈ വെട്ടുക്കിളിക്കൂട്ടം. യൂത്ത് കോൺഗ്രസ് കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് വിജിൽ മോഹനാണ് ദിവ്യക്കെതിരെ ആദ്യം സോഷ്യൽ മീഡിയ വഴി പ്രതികരിച്ചത്. കർണന് പോലും അസൂയ തോന്നുന്ന കവചമാണ് KK രാഗേഷ് എന്നാണ് ദിവ്യ എസ് അയ്യർ പറഞ്ഞത്. എന്നാൽ ദിവ്യയ്ക്ക് AKG സെന്ററിൽ നിന്നല്ല ശമ്പളം കൊടുക്കുന്നതെന്നാണ് യൂത്ത് കോൺഗ്രസുകാരുടെ രോദനം. അല്ല, ഇനി ഇന്ദിരാഭവനിൽ നിന്ന് അവർക്ക് ശമ്പളം വല്ലതും കൊടുക്കുന്നുണ്ടായിരുന്നോ എന്നറിയില്ല. അവിടുന്ന് ഉത്തരവിടുന്നത് പോലെ ദിവ്യ എസ് അയ്യർ പ്രവർത്തിക്കണമെന്നാണ് യൂത്ത് കോൺഗ്രസുകാർ ആഗ്രഹിക്കുന്നതെന്ന് തോന്നുന്നു. അല്ല, യൂത്ത് കോൺഗ്രസിന്റെ ഗതികേടിനെ കുറിച്ച് പറഞ്ഞ് നമ്മൾ എന്തിനു സമയം കളയണം? വളരെ കാര്യക്ഷമമായി ജോലി ചെയ്യുന്ന ഒരു IAS ഉദ്യോഗസ്ഥയാണ് ദിവ്യ എസ് അയ്യർ എന്ന് ഇതിനോടകം അവർ തെളിയിച്ചിട്ടുണ്ട്. ഒപ്പം ജോലി ചെയ്യുന്നവരോടും ഭരണ നേതൃത്വത്തിൽ ഇരിക്കുന്നവരോടുമൊക്കെ ഊഷ്മളമായ ബന്ധം കാത്തു സൂക്ഷിക്കുന്നവരാണ് അവർ. മുൻപ് മന്ത്രിയായിരുന്ന K രാധാകൃഷ്ണൻ പദവി ഒഴിഞ്ഞ സമയത്ത് ദിവ്യ എസ് അയ്യർ അദ്ദേഹത്തെ ഊഷ്മളമായി ആലിംഗനം ചെയ്ത ദൃശ്യം മലയാളി ഏറെ ഹൃദ്യതയോടെയാണ് ഏറ്റെടുത്തത്. അന്നും ഈ യൂത്ത് കോൺഗ്രസ് വെട്ടുകിളി സംഘം സോഷ്യൽ മീഡിയയിൽ കിടന്ന് ഓരിയിട്ടതും മറക്കാനാകില്ല. വിഴിഞ്ഞം തുറമുഖം പദ്ധതിയുടെ ഉദ്ഘാടന ചടങ്ങിൽ മുഖ്യമന്ത്രിയെക്കുറിച്ച് ദിവ്യ പറഞ്ഞ വാക്കുകളും മലയാളികൾ നെഞ്ചേറ്റിയിരുന്നു. ഏതായാലും ദിവ്യയെ വേട്ടയാടപ്പെടാൻ എറിഞ്ഞുകൊടുക്കാൻ മലയാളി പൊതുസമൂഹം തയ്യാറല്ല. അവരെ ചേർത്ത് പിടിച്ചും നിരവധി ആളുകൾ സോഷ്യൽ മീഡിയയിൽ രംഗത്തെത്തിയിട്ടുണ്ട്. CPIM സംസ്ഥാന കമ്മിറ്റി അംഗം K അനിൽകുമാർ ഫേസ്ബുക്കിൽ എഴുതിയ കുറിപ്പാണ് ഇതിൽ ശ്രദ്ധേയമാകുന്നത്. ഒരു വനിതയെ ഭർത്താവിന്റെ നിഴലിൽ കാണാൻ പാടില്ല. IAS നേടിയ ദിവ്യ സ്വതന്ത്ര വ്യക്തിയാണ്. അവരുടെ ബോധ്യങ്ങളിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ വിശ്വാസ്യതയാണ് KK രാഗേഷിനെ പറ്റിയുള്ള പരാമർശങ്ങളിൽ തെളിഞ്ഞിരിക്കുന്നതെന്നും അനിൽകുമാർ പറഞ്ഞു. ഏതായാലും ഇത് ആദ്യമായല്ല യൂത്ത് കോൺഗ്രസ് വെട്ടുകിളിക്കൂട്ടം സോഷ്യൽ മീഡിയകളിലൂടെയും മറ്റും സ്ത്രീകൾക്കെതിരെ അസഭ്യവശവുമായി രംഗത്തെത്തുന്നത്. യൂത്ത് കോൺഗ്രസുകാർ ഒരു കാര്യം ഓർക്കണം, നിങ്ങളുടെ ഈ ചെയ്തികളൊക്കെ മലയാളികൾ അവജ്ഞയോടെ തള്ളിക്കളയും.